നമസ്കാരം. KSR ക്ലാസിൻ്റെ 24-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ വിവിധ തരം പെൻഷനുകളെക്കുറിച്ച് പെൻഷൻ പാർട്ട് 1, പാർട്ട് 2 രണ്ട് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ബേസിക് പെൻഷൻസ് 4 തരമാണെന്നും സ്പെഷ്യൽ കണ്ടീഷനിൽ കൊടുക്കുന്ന പെൻഷൻസ് വേറെയുണ്ടെന്നും ഒക്കെ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കാൽക്കുലേഷൻ ഓഫ് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, കാൽക്കുലേഷൻ ഓഫ് പെൻഷൻ, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പെൻഷൻ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫോർമുലയുണ്ട്. പെൻഷൻ കാൽക്കുലേഷന് AE/2 ഇൻറ്റു QS/30. അതാണ് ഒരു ഓഫീസറുടെ റിട്ടയർ ചെയ്യുന്ന ഒരു ഓഫീസറുടെ പെൻഷൻ കണക്കാക്കാനുള്ള ഫോർമുലയാണ് AE/2 ഇൻറ്റു QS/30. അത് ഓരോന്നും AE എന്ന് പറഞ്ഞാൽ ആവറേജ് എമോളിമെൻറ്റ്സ് ബൈ 2 ഇൻറ്റു QS എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് സർവീസ്. അപ്പോൾ ഹാഫ് ഓഫ് ദ ആവറേജ് എമോളിമെൻറ്റ്സ് ഇൻറ്റു QS/30. ക്വാളിഫയിങ് സർവീസ്, QS എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് സർവീസ് ഡിവൈഡ് ബൈ 30. അതാണ് ഒരു ഓഫീസറുടെ പെൻഷൻ. അതെത്രയാണോ അതാണ് ഒരു ഓഫീസറുടെ പെൻഷൻ. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും ഫുൾ പെൻഷൻ കിട്ടുമോ എന്ന് പലരോടും ചോദിക്കാറുണ്ട്. ഫുൾ പെൻഷൻ കിട്ടുമോ, ക്വാളിഫയിങ് സർവീസ് അത്രയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, ക്വാളിഫയിങ് സർവീസ് 30, മാക്സിമം ക്വാളിഫയിങ് സർവീസ് ഫോർ കാൽക്കുലേറ്റിംഗ് പെൻഷൻ ഈസ് 30 വർഷമാണ്. നിങ്ങൾക്ക് ക്വാളിഫയിങ് സർവീസ് പലപ്പോഴും നിങ്ങളുടെ സർവീസിൻ്റെ ദൈർഘ്യം 30 വർഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലും, ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാം, 30 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ടാവാം. അങ്ങനെ സർവീസ് ഉണ്ടെങ്കിൽ പോലും 30 വെച്ച് അത് നിജപ്പെടുത്തും. മാക്സിമം ക്വാളിഫയിങ് സർവീസ് ടേക്കൺ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് പെൻഷൻ ഈസ് 30. അതാണ് QS/30 ആണല്ലോ, ക്വാളിഫയിങ് സർവീസ് ഡിവൈഡ് ബൈ 30. അപ്പോൾ ക്വാളിഫയിങ് സർവീസും 30 ആണ്. അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. 30/30. എപ്പോൾ വെൻ യു ആർ ഗെറ്റിംഗ് ഓർ യു ആർ ഹാവിംഗ് ദ മാക്സിമം നമ്പർ ഓഫ് ഇയേഴ്സ് for the calculation of pension, that is maximum number of years for qualifying service, that is 30 years of qualifying service ഉണ്ടെങ്കിൽ 30/30 is equal to 1. അപ്പോൾ AE/2 average emoluments divide by 2 അത് തന്നെയായിരിക്കും നിങ്ങളുടെ പെൻഷനും. AE/2 ഇൻറ്റു QS/30, AE/2 ഇൻറ്റു QS എന്നുള്ളതിന് പകരം 30 ആണെങ്കിൽ AE/2 ഇൻറ്റു 30/30 is equal to AE/2 ഇൻറ്റു 1. അപ്പോൾ AE/2 ആവറേജ് എമോളിമെൻസിൻ്റെ ഹാഫ് എന്താണോ അതാണ് ആ ഒരു ഓഫീസറുടെ പെൻഷൻ. അപ്പോഴാണ് നമ്മൾ പറയുക എന്ത്, ഫുൾ പെൻഷൻ കിട്ടുന്നു എന്നുള്ളത്. ഒരു ഓഫീസറുടെ ഫുൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരു ഓഫീസറുടെ ഫുൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ ഓഫീസറുടെ ആവറേജ് എമോളിമെൻസിൻ്റെ ഹാഫാണ് ആ ഓഫീസറുടെ ഫുൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമുക്കത് ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കുക. ഒരാളുടെ ആവറേജ് എമോളിമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഒരാളുടെ ക്വാളിഫയിങ് സർവീസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഈ കാര്യങ്ങളാണ് നമുക്ക് അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആവറേജ് എമോളിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ലാസ്റ്റ് 10 months ബേസിക് പേ ആൻഡ് അതർ പേ വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ബേസിക് പേ. ലാസ്റ്റ് അവസാനത്തെ 10 മാസത്തെ ബേസിക് പേ എന്താണോ അതും, ആ ബേസിക് പേ കൂടാതെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ബേസിക് പേ പോലെ കണക്കാക്കാവുന്ന പേ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ പേഴ്സണൽ പേ ഉണ്ടെന്ന് നിൽക്കുക. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ പേ ക്യാൻ ബി കൺസിഡേർഡ് ആസ് പേ, ഈക്വലൻ ടു പേ ആണ് പേഴ്സണൽ പേ. അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ പേ വിച്ച് വാസ് ഡ്രോയിങ് ഫോർ എ പീരിയഡ് ഓഫ് 3 years കണ്ടിന്യൂസ്ലി, 3 വർഷം തുടർച്ചയായിട്ട് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ പേ ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഡിയർനെസ് പേ ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെ പേ പോലെ കണക്കാക്കാവുന്ന മറ്റെന്തെങ്കിലും അലവൻസുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ബേസിക് പേയും. ഇത് എത്ര, ലാസ്റ്റ് 10 monthsന്റെ
അവസാനത്തെ 10 മാസത്തിൻ്റെ അത് ടോട്ടൽ ചെയ്ത് ഡിവൈഡ് ബൈ 10. അങ്ങനെയാണ് ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കുക. ടോട്ടൽ ഓഫ് ലാസ്റ്റ് 10 months പേ പ്ലസ് അതർ അലവൻസസ് വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ബേസിക് പേ ഡിവൈഡ് ബൈ 10. അതാണ് ആവറേജ് എമോളിമെൻറ്റ്സ്. ഈ ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കാൻ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നിരവധി തവണ വരാറുണ്ട്. അത് ഈ ലാസ്റ്റ് 10 months തരില്ല. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഒരു പക്ഷെ തരും, ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും തരിക. ഡേറ്റ് ഓഫ് ബർത്ത് തരും, ഏതെങ്കിലും ഒരു റിട്ടയർമെൻറ്റിന് അടുപ്പിച്ച ഏതെങ്കിലും ഒരു മാസത്തെ ബേസിക് പേ തരും, ഇൻക്രിമെൻറ്റ് ഡേറ്റും തരും. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ ആവറേജ് എമോളിമെൻറ്റ്സ് കണക്കാക്കണം. ഇപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞ പോലെ 1770 ആണെന്ന് വിചാരിക്കുക. 1770 ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് എന്നാവുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 1770 ആവുമ്പോൾ 30/6/26 ആണ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ 30/6/26 നിന്ന് പുറകിലേക്ക് 10 മാസം യാത്ര ചെയ്യണം, പുറകിലേക്ക് 10 മാസം നടക്കണം. അതായത് 26-ൽ 6 മാസവും 25-ൽ 4 മാസവും. 25-ന് 4 മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഈ 4 മാസം. അതായത് 1/10/2025 തൊട്ട് 30/6/2026 വരെയുള്ള 10 മാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 10 months എന്ന് പറഞ്ഞാൽ. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് തൊട്ട് പുറകിലേക്ക് 10 മാസങ്ങൾ എടുക്കുക. അത് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഉദാഹരണത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അത് ഡേറ്റ് ഓഫ് ബർത്ത് ഏതുമാവാം. ഏത് ഡേറ്റ് ഓഫ് ബർത്ത് വന്നാലും 56 വയസ്സ് തികയുന്ന ദിവസം കണക്കാക്കണം. ആ ദിവസം ഏതെങ്കിലും മാസത്തിൻ്റെ 1-ാം തീയതിക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും മാസത്തിൻ്റെ ഏത് ഡേറ്റിൽ വരികയാണെങ്കിലും ആ മന്ത് മുഴുവനും അദ്ദേഹത്തിന് സർവീസ് ചെയ്യാം. അപ്പോൾ ആ മന്തിൻ്റെ ലാസ്റ്റ് ഡേ എന്നാണോ അന്ന് തൊട്ട് പുറകിലേക്ക് 10 മാസങ്ങൾ എടുത്താൽ ലാസ്റ്റ് 10 months കിട്ടി. ഇനി ഈ ലാസ്റ്റ് 10 monthsൽ അദ്ദേഹം അവസാനത്തെ 10 മാസങ്ങളും ഒരേ ബേസിക് പേ ആണ് വാങ്ങുന്നതെങ്കിൽ അവിടെ കാൽക്കുലേഷൻ എളുപ്പമായി. ഒരേ ബേസിക് പേ ആണ്, എല്ലാ 52,000 ആണ് ലാസ്റ്റ് 10 monthsലും അദ്ദേഹത്തിൻ്റെ ബേസിക് പേ. 52,000 rupees ആണ് അവസാനത്തെ 10 മാസം കണ്ടിന്യൂസ് അദ്ദേഹം വാങ്ങിയത്. അപ്പോൾ പിന്നെ അവിടെ ആവറേജ് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. 52,000 × 10 ഡിവൈഡ് ബൈ 10, 52,000 തന്നെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻറ്റ്സ്. പക്ഷെ അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ വളരെ വിരളമായിരിക്കും. എക്സാമിനേഷനിൽ എന്തായാലും അങ്ങനെയുള്ള സന്ദർഭം ചോദിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ് പറയും 1/1 ആണ് അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ്. എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻക്രിമെൻ്റ് പറയുന്നു, ഇൻക്രിമെൻ്റ് ഡേറ്റ്. ഈ ആരുടെ, ദ ഓഫീസർ ഹൂസ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് 1770 ഹു ഈസ് ഡ്യൂ ടു റിട്ടയർ ഓൺ 30/6/2026. ദ ഇൻക്രിമെൻ്റ് ഡേറ്റ് ഓഫ് ദാറ്റ് ഓഫീസർ ഈസ് 1/1. അപ്പോൾ സ്വാഭാവികമായിട്ടും 1/1/26 അദ്ദേഹത്തിന് ഇൻക്രിമെൻ്റ് ഉണ്ട്. ആ ഇൻക്രിമെൻ്റ് റേറ്റ് 2,000 രൂപയാണെന്ന് വിചാരിക്കുക. പ്രോബ്ലം തരും, എൻ്റെ ഇൻക്രിമെൻ്റ് റേറ്റ് ഈസ് 2,000 rupees and the basic pay of the officer as on 1/2/25 1/2/25 അദ്ദേഹത്തിൻ്റെ ബേസിക് പേ 62,000 രൂപയാണ്. ഇതൊക്കെ ഒരു ഇമാജിനറി ഫിഗേഴ്സ് ആണ് കേട്ടോ. ഇമാജിനറി ഫിഗേഴ്സ് 62,000 രൂപ അദ്ദേഹം 1/2/25 അദ്ദേഹം ബേസിക് പേ ആയിട്ട് വാങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1/7/70 ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻറ്റ്സ് എത്ര? ആൻഡ് ഈസ് ഇൻക്രിമെൻറ്റ് ഡേറ്റ് ഈസ് 1/1 ആൻഡ് ദ ഇൻക്രിമെൻറ്റ് റേറ്റ് ഈസ് 2,000 rupees. ഇൻക്രിമെൻറ്റ് ഡേറ്റ് 1/1 ആണ്, ഇൻക്രിമെൻറ്റ് റേറ്റ് 2,000 രൂപയാണ്. അത്രയാണ് തന്നിട്ടുള്ള ഡേറ്റ. അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻറ്റ്സ് കണ്ടുപിടിക്കണം. ഇത്രയും ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലാസ്റ്റ് 10 months ഏതാ നമ്മൾ കണ്ടുപിടിച്ചു. 1/10/25 to 30/6/26
26. 1 10 അല്ല, 10 10 11 12 1 9 25 ടു 30 6 26. അപ്പോൾ 9 10 11 12 4 മാസം അവിടെ. പിന്നെ ജനുവരി തൊട്ട് 6 മാസം വരെയുള്ള 6 മാസങ്ങൾ 26 അങ്ങനെ 10 മാസം കിട്ടും. അപ്പോൾ 1 9 തൊട്ട് 1 9 25 ടു 30 6 25 ആണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 10 മന്ത്സ്. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? 1 9 25 അദ്ദേഹത്തിൻ്റെ ബേസിക് പേ തന്നിട്ടുള്ളത് എന്താ? 1 2 ബേസിക് പേ ആണ്. 1 2 ബേസിക് പേ 1 2 25 ബേസിക് പേ തന്നിട്ടുണ്ട്. 1 2 25 ബേസിക് പേ 62,000 ആണെങ്കിൽ ഇയാളുടെ ഇൻക്രിമെന്റ് 1 1 ആണെങ്കിൽ എല്ലാ വർഷങ്ങളിലും ജനുവരി മാസം 1-ാം തീയതിയാണ് ഇയാളുടെ ഇൻക്രിമെന്റ് എന്നുണ്ടെങ്കിൽ ഈ 1 2 വാങ്ങിക്കുന്ന 62,000 ഇനി ചേഞ്ച് ചെയ്യുക എപ്പോഴാണ്? നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ബേസിക് പേ നോർമൽ കണ്ടീഷനിൽ അതൊരു മാറ്റം വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ലഭിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ ഡീപ്രൊമോഷൻ വരുമ്പോഴാവാം. അതൊന്നും സ്പെഷ്യൽ കണ്ടീഷൻ അല്ല, അതൊക്കെ സ്പെഷ്യൽ കണ്ടീഷൻസ് ആണ്. നോർമലി നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേസിക് പേ മാറ്റം വരുന്നത് നമ്മുടെ ഇൻക്രിമെന്റ് ഡേറ്റിലാണ്. അപ്പോൾ ഇയാൾ 2 25 62,000 വാങ്ങിക്കുകയാണെങ്കിൽ 3 25 4 25 5 25 12 25 വരെ അദ്ദേഹം ഈ 62,000 തന്നെയായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ 1 26 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെന്റ് ഡേറ്റ് 1 1 ആണ്. അപ്പോൾ 1 1 26 അദ്ദേഹത്തിൻ്റെ ഈ ബേസിക് പേയുടെ കൂടെ ഇൻക്രിമെന്റ് ആയിട്ടുള്ള 2,000 രൂപയും കൂടി. അപ്പോൾ 64,000 രൂപയാണ് 1 1 26 തൊട്ട് അദ്ദേഹം വാങ്ങിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 10 മാസത്തെ ബേസിക് പേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ 62,000 വെച്ച് 4 മാസം 2025 9 10 11 12 എന്നീ 4 മാസങ്ങളിൽ 62,000 62,000 ഇൻറ്റു 4 പ്ലസ് മറ്റെത്രയാണ്? 64,000 ആയി. 1 1 26 എത്തിയപ്പോൾ 64,000 ആയി. 64,000 ഇൻറ്റു 6 62,000 ഇൻറ്റു 4 പ്ലസ് 64,000 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 10. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻറ്റ്സ്. ആവറേജ് എമോളിമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ഈ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണത്. സിമ്പിളായിട്ട് മീൻസ് നോർമൽ കണ്ടീഷനിൽ പലർക്കും ഇതിലിടയ്ക്ക് പല ലാസ്റ്റ് 10 മാസത്തിലിടയ്ക്ക് ഇങ്ങനെ ക്വാളിഫൈങ് സർവീസ് അല്ലാത്തതുണ്ടാവും, ഒരേ റേറ്റിൽ ഈ ബേസിക് പേ ഇല്ലാത്തതുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കണ്ടുപിടിക്കാൻ വേറെയും കുറച്ചുകൂടി സ്റ്റെപ്പുകളുണ്ട്. നോർമലി അവസാനത്തെ 10 മാസം ഈ ഓഫീസർ നോൺ ഓഫീസർ സർവീസിൽ നോൺ ക്വാളിഫൈങ് സർവീസ് ഇല്ല, ലോസ് ഓഫ് പേ ലീവ് എടുത്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 10 മാസം ശമ്പളം എത്രയാണെന്ന് മാത്രം നോക്കണ്ടു. അതറിയണമെങ്കിൽ ഇൻക്രിമെന്റ് ഡേറ്റും കൂടി അറിയണം. അപ്പോൾ ഇൻക്രിമെന്റ് ഡേറ്റ് വരെ ഒരു റേറ്റും ഇൻക്രിമെന്റ് ഡേറ്റിന് ശേഷം മറ്റൊരു റേറ്റും ആയിരിക്കും എല്ലാവർക്കും. ഇവിടെ ഇപ്പോൾ 9 25 തൊട്ട് 31 12 25 വരെ ഒരു റേറ്റും 1 1 26 തൊട്ട് 30 6 26 വരെ മറ്റൊരു റേറ്റും. ആ വ്യത്യസ്ത റേറ്റുകൾ എത്ര മാസങ്ങൾ വെച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്ത് അത് ഡിവൈഡ് ബൈ 10 അടിച്ചാൽ ആവറേജ് എമോളിമെൻറ്റ്സ് കിട്ടി. അപ്പോൾ അതിലൊരു വലിയ കാൽക്കുലേഷൻ വരുന്നുണ്ട് അല്ലേ? 62,000 ഇൻറ്റു 4 പ്ലസ് 64,000 ഇൻറ്റു 6. ആദ്യം 62,000 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ 64,000 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 10. അത് പിന്നെ പ്രയാസമില്ല, ഡിവൈഡ് ബൈ 10. അപ്പോൾ നമുക്ക് അപ്പോഴാണ് ആവറേജ് എമോളിമെൻറ്റ്സ് കിട്ടുക. കുറച്ച് ദീർഘമായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് അത്. നമുക്കറിയാം 120 ക്വസ്റ്റ്യനാണ്, 100 ക്വസ്റ്റ്യനാണ്, 120 മിനിറ്റാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ സമയത്തിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം, ലേശം ചിന്തിക്കേണ്ടി വരും, പിന്നെ ഇത്തരം കാൽക്കുലേഷൻസും ചെയ്യുക എന്ന് പറഞ്ഞാൽ ലേശം ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. എന്താണ് അതിൻ്റെ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ആലോചിക്കൂ, ലാസ്റ്റ് 10 മന്ത്സിലും ഒരേ എമൗണ്ട് ആണ് വാങ്ങുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായിരിക്കുമല്ലോ ആവറേജ് എമോളിമെൻറ്റ്സ്.
ലാസ്റ്റ് 10 മന്ത്സിലും ഒരേ എമൗണ്ട്, ഇയാൾ അവസാനത്തെ ഈ 10 മാസവും അദ്ദേഹം 62,000 ആയിരുന്നു വാങ്ങിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻറ്റ്സ് 62,000 തന്നെയാകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊരു വർധനവ് വന്നുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു കാൽക്കുലേഷൻ വന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഈ വർധനവ് മൂലം ഉണ്ടായ വ്യത്യാസം എന്താണോ അതിൻ്റെ 10-1 കണ്ട് അത് 62,000 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആവറേജ് എമോളിമെൻറ്റ്സ് കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാ മാസങ്ങളും 62,000 ആണെങ്കിൽ ആവറേജ് എമോളിമെൻറ്റ്സ് 62,000 തന്നെ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കാരണം 6 മാസങ്ങളിൽ 62,000 അല്ല വാങ്ങുന്നത്, 2,000 രൂപ കൂടുതൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ 2,000 നമുക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. ആ 2,000 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ആദ്യത്തെ 4 മാസങ്ങളിൽ 62,000, പിന്നത്തെ 6 മാസങ്ങളിൽ 62,000 പ്ലസ് 2,000. 2,000 നമ്മൾ 64,000 2,000 മാറ്റി നിർത്തി, സെപ്പറേറ്റ് ആക്കി നിർത്തി. 62,000 പ്ലസ് 2,000. അപ്പോൾ ഈ 2,000 വെച്ച് എത്ര മാസങ്ങൾ അധികം വാങ്ങുന്നുണ്ടോ അതിൻ്റെ 10-1 ഈ 62,000 കൂടെ ആഡ് ചെയ്താൽ പോരെ? അങ്ങനെ നോക്കുമ്പോൾ ഈ 2,000 വെച്ച് 6 മാസമാണ് അധികം വാങ്ങുന്നത്. ആ കാൽക്കുലേഷൻ നമുക്ക് മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു മാസം 2,000 വെച്ച് 6 മാസത്തേക്ക് എത്രയാണ് വരിക? 12,000 രൂപയല്ലേ വരിക? ഒരു മാസം 2,000 വെച്ച് വാങ്ങുന്നു അധികം, അങ്ങനെ 6 മാസം വാങ്ങുന്നു. അപ്പോൾ എത്ര രൂപയാണ് വരിക? 12,000 രൂപയാണ് വരിക. 12,000ന്റെ 10-1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1,200. ഈ 1,200 എന്നുള്ളത് 62,000ന്റെ കൂടെ ആഡ് ചെയ്താൽ 63,200 കിട്ടും. 63,200 അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻറ്റ്സ്. കുറച്ചുകൂടി എളുപ്പമായില്ലേ? നമ്മൾ എന്താണോ വർധനവ് വരുന്നത് ആ വർധനവിനെ അതൊന്ന് ഫ്രാക്ഷണലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുക, വേറെ വയ്ക്കുക. എന്നിട്ട് അപ്പോൾ 10 മാസങ്ങളിൽ 62,000-ഉം അത് 6 മാസം 2,000 എക്സ്ട്രായും കിട്ടി. അപ്പോൾ ഈ 10 മാസങ്ങളിൽ 62,000 ആകുമ്പോൾ 62,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 62,000 അതോടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് വെറും ഈ 2,000 വെച്ച് 6 മാസം കൂടുതൽ കിട്ടുന്നതിൻ്റെ 10-1 കാണേ വേണ്ടു. 6,000 2,000 വെച്ച് 6 മാസം കിട്ടുമ്പോൾ 12,000, അതിൻ്റെ 10-1 1,200. അപ്പോൾ ഈ 62,000 കൂടെ 1,200 കൂടെ ആഡ് ചെയ്താൽ 63,200 അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആവറേജ് എമോളിമെൻറ്റ്സ്. കാണാനുള്ള എളുപ്പമാർഗ്ഗമാണത്. അപ്പോൾ ഇത് നമുക്ക് ഏത് വർധനവിനോടും കൂടി ഇങ്ങനെ കൂട്ടിച്ചേർക്കാം. 2,000 ആവണമെന്നില്ല. ഏത് ഇൻക്രിമെൻ്റ് ആണെങ്കിലും ആ ഇൻക്രിമെൻ്റ് മൂലമുണ്ടാകുന്ന വർധനവ് എത്രയാണോ, ടോട്ടൽ വർധനവ്, ഒരു മാസ വർധനവല്ല, ടോട്ടൽ വർധനവ് എത്രയാണോ അത് കണ്ട് അതിൻ്റെ 10-1 കണ്ട് ഈ ലോവർ ബേസിക് പേ ഏതാണോ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് എമോളിമെൻറ്റ്സ് കിട്ടും. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ യുക്തി നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായി. അങ്ങനെയാണ് നോർമൽ കേസിൽ നമ്മൾ ആവറേജ് എമോളിമെൻറ്റ്സ് കണ്ടുപിടിക്കുക. സാധാരണഗതിക്ക് ആവറേജ് എമോളിമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ആവറേജ് ഓഫ് ലാസ്റ്റ് 10 months സാലറി, അതാണ് ആവറേജ് എമോളിമെൻറ്റ്സ്. അത് കണ്ടുപിടിക്കുന്ന വിധമാണ് പറഞ്ഞത്. നോർമൽ കേസിലാണേ. നോർമൽ കേസിൽ മറ്റു നമുക്ക് എക്സാമ്പിൾസ് വേറെ വരും, അത് നമുക്ക് നോക്കാം. ഇനി ക്വാളിഫൈങ് സർവീസ്. ക്വാളിഫൈങ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡ്യൂറേഷൻ ഓഫ് സർവീസ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓർ ഇൻ സർവീസ് ടു ദ date of retirement, till the date of retirement. From the date of entry to the date of retirement, what would be the duration of service? Normally that is qualifying service. അതാണ് ക്വാളിഫൈങ് സർവീസ് എന്ന് പറഞ്ഞാൽ. അതും സാധാരണ കണ്ടീഷൻസിലാണ്. പലർക്കും അത് ക്വാളിഫൈങ് സർവീസ് ആയിട്ട് വരാറില്ല. കാരണം ഇതിനിടയ്ക്ക് ചിലപ്പോൾ നോൺ ക്വാളിഫൈങ് സർവീസുകൾ ഉണ്ടാവും. ലീവ് എടുത്തിട്ടുണ്ടാവും 12A പ്രകാരം, 12B പ്രകാരം, അല്ലെങ്കിൽ 12C പ്രകാരം ലീവ് എടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അദ്ദേഹം ശിക്ഷാ നടപടികൾക്ക് സസ്പെൻഷനൊക്കെ വിധേയമായിട്ട് ആ സസ്പെൻഷൻ പീരീഡ് സർവീസ് ബെനിഫിറ്റ്സിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവിൽ പ്രകാരം അദ്ദേഹത്തെ സർവീസിൽ തിരികെ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ അദ്ദേഹത്തെ സർവീസ് ഹിസ്റ്ററി പരിശോധിച്ചാലേ നമുക്ക് വ്യക്തമായും കിട്ടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡ്യൂറേഷൻ ഓഫ് സർവീസ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രി ടു
ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് എന്നുള്ളത് അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് സർവീസ് അദ്ദേഹത്തിൻ്റെ ഓരോ സർവീസ് ഹിസ്റ്ററി കൂടിയും നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ചില ഡിഡക്ഷൻസ് വരുത്തേണ്ടി വരും. ഡിഡക്ഷൻസ് ചിലപ്പോൾ ബ്രേക്ക് വന്നിട്ടുണ്ടാവും. ബ്രേക്ക് ഫോർ വാണ്ട് ഓഫ് വേക്കൻസി, സർവീസിൽ നിന്ന് കുറച്ച് കാലം പുറത്ത് നിൽക്കേണ്ടി വരും. അധ്യാപകരുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ കാര്യത്തിലൊക്കെ അതിന് ബ്രേക്ക് വരാറുണ്ട്. അപ്പോൾ ആ ബ്രേക്കിൻ്റെ കാലഘട്ടം, അതുകൂടാതെ സസ്പെൻഷനുള്ള കാലഘട്ടം, അതുകൂടാതെ അദ്ദേഹം LWA വിത്തൗട്ട് MC എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം, അതുകൂടാതെ അദ്ദേഹം LWA ആസ് പെർ റൂൾ 12A 12B 12C പ്രകാരം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം വിശദമായി നമ്മൾ പറയും. ഇങ്ങനെ ഇത്തരത്തിൽ ഇതിനെല്ലാം നമ്മൾ നോൺ ക്വാളിഫയിങ് സർവീസ് എന്നാണ് പറയുക. നോൺ ക്വാളിഫയിങ് സർവീസ്, ഈ പെൻഷൻ പരിഗണിക്കാൻ കഴിയാത്ത സർവീസ് ഉണ്ടാവും. ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രി ടു ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, ആ ഡ്യൂറേഷനിൽ ഇങ്ങനെയുള്ള സർവീസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ചില അഡിഷൻസും ഉണ്ടാവും. ചില അഡിഷൻസ് സർവീസ് കയറുന്നതിൻ്റെ മുന്നേ ഉള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സർവീസ്, മിലിറ്ററി സർവീസ്, അതുപോലെ എംപ്ലോയ്മെൻറ്റ് സർവീസ്, അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, അത് പറയുമ്പോൾ പറയാം. എംപ്ലോയ്മെൻറ്റ് സർവീസ്, പിന്നെ ബാർ സർവീസ്, അഡ്വക്കേറ്റായിട്ട് ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബാർ സർവീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഏതിൻ്റെ കൂടെ? ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രി ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, അത് എത്രയാണോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്ന കുറച്ച് സർവീസുകളും ഉണ്ട്. അപ്പോൾ മൈനസ് ചെയ്യാനുള്ളത് മൈനസ് ചെയ്ത്, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്ത് നമുക്ക് അവസാനം ഒരു ഡ്യൂറേഷൻ ഓഫ് സർവീസ് കിട്ടും. അതാണ് യഥാർത്ഥത്തിലുള്ള ക്വാളിഫൈങ് സർവീസ്. ഈ ഡ്യൂറേഷൻ ഓഫ് സർവീസിനെ നമ്മൾ റൗണ്ട് ചെയ്യണം. റൗണ്ടിങ് ഓഫ് സർവീസ് എന്നാണ് ഇത് പറയുക. അത് സ്പെഷ്യൽ റൗണ്ടിങ്ങും ഉണ്ട്, നോർമൽ റൗണ്ടിങ്ങും ഉണ്ട്. സാധാരണ റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 6 months ആൻഡ് എബവ് ഉണ്ടെങ്കിൽ അത് ഫുൾ ഇയർ ആയിട്ട് പരിഗണിക്കും. അതിന് ഈ ഇടക്കാലത്ത് കുറച്ച് കാലം വരെ അതിനൊരു മാറ്റം വന്നു. അത് ഇപ്പോൾ പറയണില്ല, കാരണം വീണ്ടും അത് പഴയ പോലെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ അത് ഇപ്പോഴും ഇടക്കാലത്ത് മാത്രമേ അത് വ്യത്യാസം വന്നുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കേണ്ട. ഇപ്പോൾ ഈ റൗണ്ടിങ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ 6 months ആൻഡ് എബവ് ഉണ്ടെങ്കിൽ അത് 1 completed ഇയേഴ്സ് ആയിട്ട് പരിഗണിക്കും. ഇപ്പോൾ ഒരാളുടെ ക്വാളിഫൈങ് സർവീസ് ഡിഡക്റ്റ് ചെയ്യാനുള്ളത് ഡിഡക്റ്റ് ചെയ്തു, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ലെങ്കിലോ ഇല്ലെങ്കിൽ അങ്ങനെ അത് കിട്ടിയത് 28 വർഷവും 8 മാസവുമാണെന്ന് വിചാരിക്കുക. 28 വർഷവും 8 മാസവും ദിവസങ്ങൾക്ക് പ്രാധാന്യമില്ല. 28 വർഷവും ദിവസങ്ങൾക്ക് നോർമലി പ്രാധാന്യമില്ല. അഡിഷൻസ് ഒക്കെ വരുമ്പോൾ ദിവസങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ദിവസങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം 28 വർഷവും 8 മാസവും 12 ദിവസവും എന്ന് വിചാരിച്ചോളൂ. അത് 29 വർഷമായിട്ട് പരിഗണിക്കും. ഇങ്ങോട്ട് റൗണ്ട് ചെയ്യും. ഫുൾ 8 മാസവും 12 ദിവസവും എന്നുള്ളത് 1 year ആയി കണക്കാക്കി ടോട്ടൽ ക്വാളിഫൈങ് സർവീസ് 29 വർഷമായി കണക്കാക്കും. ഇനി 28 വർഷവും 5 മാസവും ഉള്ളൂ. 28 വർഷവും 5 മാസവും 29 ദിവസവും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 28 വർഷവും 5 മാസവും 29 ദിവസവും ഉണ്ട് അയാളുടെ സർവീസ്. അപ്പോഴും അത് 28 വർഷമായിട്ടേ കണക്കാക്കുള്ളൂ. കാരണം 5 മാസമേ ഉള്ളൂ അപ്പുറത്ത്. അത് 2 ദിവസം കൂടി ഉണ്ടെങ്കിൽ അത് 6 മാസമാവും. 6 മാസം ഉണ്ടായിരുന്നെങ്കിൽ അതെന്താവും? നേരത്തെ പറഞ്ഞ മാതിരി 1 വർഷമായി കണക്കാക്കിയിട്ട് അത് 29ലേക്ക് പോകും. അതിനെക്കുറിച്ച് ഒരു പുതിയ ഉത്തരവൊക്കെ വന്നു. അതല്ല, 4-5 വർഷം മുന്നേ ഉത്തരവൊക്കെ വന്നിരുന്നത് ലീപ്പ് ഇയേഴ്സും കൂടി കൗണ്ട് ചെയ്യണം എന്ന്. ടോട്ടൽ സർവീസ് ഈ ഡേയ്സിലൊക്കെ വരുന്ന പ്രാധാന്യത്തെ മാത്രമായിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാം. ഈ ഡേയ്സിലൊക്കെ വരുന്ന ഇത്തരത്തിൽ 1-2 ദിവസങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ക്വാളിഫൈങ് സർവീസിൽ 1 വർഷത്തെ മാറ്റം വരുമായിരുന്നു എന്ന രീതിക്ക് ചിന്തിച്ചപ്പോൾ ഒരു ഉത്തരവ് വന്നു. എത്ര ലീപ്പ് ഇയേഴ്സ് വന്നിട്ടുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് 28 വർഷമാണ് എന്ന് വിചാരിക്കുക. ഈ 28 വർഷത്തിനിടയ്ക്ക് എത്ര ലീപ്പ് ഇയേഴ്സ് വന്നിട്ടുണ്ടോ നോക്കണം. ഓരോ ലീപ്പ് ഇയറിലും ഓരോ ദിവസങ്ങൾ ഇയറിൽ കൂടുതലുണ്ടല്ലോ. 365 പകരം 366 ഉണ്ടല്ലോ ലീപ്പ് ഇയേഴ്സിൽ. അപ്പോൾ
ഒരു 5 ലീപ്പ് ഇയേഴ്സ് ഒരാളുടെ സർവീസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടുമ്പോൾ, സാധാരണ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുക, 365 ദിവസം എന്ന നിലയ്ക്കാണ് കൂട്ടുന്നത്. ലാസ്റ്റ് വരുന്നത് മാത്രമേ ഡേയ്സ് ആ മന്തിലെ ഡേയ്സ് മാത്രമായിട്ട് പരിഗണിക്കുള്ളൂ. മറ്റുള്ള കംപ്ലീറ്റ് ഇയേഴ്സ് ഒക്കെ 365 വെച്ചാൽ കണക്ക് കൂട്ടുക. പക്ഷേ ആ 365 കണക്ക് കൂട്ടിയ വർഷങ്ങളിൽ ഒരു 4 വർഷത്ത് 365 അല്ലായിരുന്നു, 366 ഉണ്ടായിരുന്നു. അപ്പൊ ആ 4 ദിവസം കൂടി ഇവിടെ ഇയാളുടെ കേസിൽ 28 വർഷവും 5 മാസവും 29 ദിവസവും സർവീസുള്ള ഒരാൾക്ക് ഒരു 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 28 വർഷവും 6 മാസവും കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ, അത് റൗണ്ട് ചെയ്യുമ്പോൾ 29 വർഷം കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ 2 ദിവസത്തെ കുറവുകൊണ്ട് 28 വർഷവും 5 മാസവും 29 ദിവസത്തിൽ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിഫയിങ് സർവീസ് 28 വർഷമായിട്ട് നിജപ്പെടുത്തേണ്ടി വന്നു. വെറും 2 ദിവസത്തെ കുറവുണ്ട്. യഥാർത്ഥത്തിൽ ഈ 2 ദിവസമല്ല അദ്ദേഹം കടന്നുപോയ പിന്നിട്ട സർവീസ് ലൈഫിൽ 4-5 ലീപ്പ് ഇയേഴ്സ് വന്നിട്ടുണ്ട്. ആ ലീപ്പ് ഇയേഴ്സിലൊക്കെ ഓരോ ദിവസങ്ങൾ കൂടുതലുണ്ട്. അതുകൂടെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 29 ദിവസമല്ല, 33 ദിവസം വരും. എന്ന് പറഞ്ഞാൽ 28 വർഷവും 6 മാസവും 2 ദിവസവും വരും. അങ്ങനെ വരുമ്പോൾ എന്തായി? 29 വർഷമായി. അപ്പം അങ്ങനെ കുറേ പേർക്ക് അന്ന് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് ലീപ്പ് ഇയർ ആയിട്ട് കണക്ക് കൂട്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ അത്തരം ഡെപ്തിലേക്ക് പോകുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്വാളിഫൈഡ് സർവീസിന്റെ റൗണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ റൗണ്ട് ചെയ്യുക? റൗണ്ടിങ് ഓഫ് ക്വാളിഫൈഡ് സർവീസ് എങ്ങനെയാണ്? 6 months ഓർ എബവ് റൗണ്ടഡ് ടു 1 year. ലെസ് ദാൻ 6 months അത് ഇഗ്നോർ ചെയ്യും, സർവീസായി കണക്കാക്കില്ല. നോർമൽ റൗണ്ടിങ് ആണത്. ഇതിൽ വ്യത്യാസമുണ്ട്. 9 വർഷം സർവീസ് ഉണ്ട്, 9 വർഷവും 1 ദിവസവും കൂടി സർവീസ് ഉണ്ട്. 9 വർഷവും 1 ദിവസവും സർവീസ് ഉണ്ട്. അപ്പം അങ്ങനെ 9 വർഷവും 1 ദിവസവും കൂടി സർവീസ് ഉണ്ടെങ്കിൽ അവിടെ അത് 10 വർഷമായിട്ട് തന്നെ പരിഗണിക്കും. 1 ദിവസം കിട്ടിയാൽ മതി, അത് 10 വർഷമായി പരിഗണിക്കും. എന്തിനാണ്? അദ്ദേഹത്തിന് മിനിമം പെൻഷൻ്റെ എലിജിബിലിറ്റി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മിനിമം പെൻഷന് ആവശ്യമായിട്ടുള്ള ക്വാളിഫൈങ് സർവീസ് എത്രയാണ് ചോദിക്കാറുള്ളത്? 10 വർഷമാണ്. ഈ 10 വർഷം അദ്ദേഹത്തിന് തികയ്ക്കാൻ വേണ്ടി സർവീസ് റൂൾസിൽ പ്രത്യേകം പറയുന്നുണ്ട്, 1 ദിവസം 9 വർഷത്തിന് ശേഷം 1 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായി പരിഗണിക്കും? 10 വർഷമായി പരിഗണിക്കും. മിനിമം പെൻഷനെങ്കിലും വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പലപ്പോഴും ഇന്നത്തെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ സർവീസ് റൂൾസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ജീവനക്കാർക്ക് എതിരല്ല, ജീവനക്കാർക്ക് അനുകൂലമായിട്ട് ജീവനക്കാരെ ഒരു തലോടലായിട്ടാണ് ഈ സർവീസ് റൂൾസ് നിൽക്കുന്നത്. സർവീസിൽ നല്ല രീതിയിൽ സർവീസ് റൂൾസ് അനുസരിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ഒരു വ്യക്തിയെ, ഒരു ഓഫീസറെ സംബന്ധിച്ചോളം സർവീസ് റൂൾസ് ഒരിക്കലും അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരില്ല. മാത്രമല്ല ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട് താനും. അതിൽ പെട്ടതാണ് ഈ സ്പെഷ്യൽ റൗണ്ടിങ്. ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യമാണത്. 9 വർഷവും ജനറൽ റൗണ്ടിങ് പോലെ തന്നെ ഇവിടെ മതി എന്ന് പറയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മിനിമം പെൻഷൻ അർഹത ഉണ്ടാവുമായിരുന്നില്ല. അതാണത്. അങ്ങനെയല്ല, സ്പെഷ്യൽ റൗണ്ടിങ് ആണ് അവിടെ എടുക്കുക 9 വർഷത്തിന്. ഈ റൗണ്ടിങ്ങിന്റെ മറ്റൊരു ഘട്ടമാണ് 29 വർഷം വരുമ്പോൾ. 29 വർഷവും 1 ദിവസമെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ അത് 30 വർഷമായി പരിഗണിക്കും. 9 കഴിഞ്ഞാൽ പിന്നെ 29ലാണ് അങ്ങനെ സ്പെഷ്യൽ റൗണ്ടിങ് വരുന്നത്. ബാക്കി ഇടയ്ക്കുള്ള ഒരു സമയത്തും ഇങ്ങനെയുള്ള സ്പെഷ്യൽ റൗണ്ടിങ് വരുന്നില്ല. 29 വർഷവും 1 ദിവസവും കൂടി ഉണ്ടെങ്കിൽ 30 വർഷമായി കണക്കാക്കും. എന്തിനാ 30 വർഷമായി കണക്കാക്കുന്നത് കൊണ്ട് എന്താ ജീവനക്കാർക്ക് മെച്ചം? ഫുൾ പെൻഷൻ കിട്ടും. ആവറേജ് എമോളിമെന്റ്സിന്റെ ഹാഫ് എന്താണോ അത് മുഴുവനും പെൻഷനായി കിട്ടും. ഫോർമുല പ്രകാരം AE/2 ഇൻറ്റു QS/30 ആണല്ലോ. QS/30 is equal to 30/30 ആണെങ്കിൽ വേർ QS is equal to 30, ക്വാളിഫൈങ് സർവീസ് 30 ആണ്. അപ്പോൾ ക്വാളിഫൈങ് സർവീസ് ഡിവൈഡ് 30 എന്ന് പറഞ്ഞാൽ 30/30 is equal to 1. അപ്പോൾ അവിടെ ഫുൾ പെൻഷൻ കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 29 വർഷം 1 ദിവസം കൂടി ഉണ്ടെങ്കിൽ അതെന്തായി കണക്കാക്കും? 30 വർഷമായി കണക്കാക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞ ലീപ്പ് ഇയേഴ്സിന്റെ പ്രസൻസ് നമുക്ക് ഒരു കാര്യമായിട്ട് വരുന്നത്. ലീപ്പ് ഇയേഴ്സ് കണക്കാക്കാതെ നമ്മൾക്ക് വെറുതെ വർഷങ്ങൾ മാത്രം കണക്കാക്കി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 28 വർഷവും 11 മാസവും 29 ദിവസവും ആയിരിക്കും ഒരു പക്ഷെ ഉണ്ടാവുക.
അപ്പോൾ അത് 29 വർഷമായിട്ടേ കണക്കാക്കുള്ളൂ. നേരെ മറിച്ച് 28 വർഷവും 11 മാസവും 29 ദിവസവും എന്നുള്ളതിൻ്റെ കൂടെ ഒരു 4 ലീപ്പ് ഇയേഴ്സും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ 4 ദിവസം കൂടി കൂട്ടിച്ചേർത്താൽ അത് 29 വർഷവും ഒരു ദിവസം 1-2 ദിവസവുമായിട്ട് മാറും. അപ്പോൾ അത് 30 വർഷമായി മാറും. ഫുൾ പെൻഷൻ കിട്ടും. അപ്പോൾ എന്തായാലും സ്പെഷ്യൽ റൗണ്ടിങ് 9-ൽ 29-ൽ ഇനി ഒരു ഘട്ടത്തിലും കൂടി ഉണ്ട്. അത് 33-ാമത്തെ വർഷത്തിലാണ്. 32 വർഷവും ഒരു ദിവസവും കൂടി ഉണ്ടെങ്കിൽ, 32 വർഷവും ഒരു ദിവസവും കൂടി ഉണ്ടെങ്കിൽ അത് 33 വർഷമായിട്ട് പരിഗണിക്കും. എന്താ ഈ 33 വർഷത്തിന്റെ പ്രത്യേകത? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു പെൻഷന് കണക്കാക്കുന്ന മാക്സിമം ക്വാളിഫൈഡ് സർവീസ് 30 ആണ്. അതിനുശേഷമുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇഗ്നോർ ചെയ്യും പെൻഷൻ കണക്കാക്കുമ്പോൾ എന്ന് പറഞ്ഞു. അത് പെൻഷൻ കണക്കാകുമ്പോൾ മാത്രമേ ഉള്ളൂ. DCRG എന്ന് പറഞ്ഞിട്ട് ഘട്ടമുണ്ട്. ഗ്രാറ്റുവിറ്റി എന്ന് പറയും. ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ആണത്. ഈ ഗ്രാറ്റുവിറ്റിയുടെ മാക്സിമം ക്വാളിഫൈഡ് സർവീസ് എന്ന് പറഞ്ഞാൽ 33 ഇയേഴ്സ് ആണ്. 30 ഇയേഴ്സ് ഫോർ പെൻഷൻ ആൻഡ് 33 ഇയേഴ്സ് ഫോർ ഗ്രാറ്റുവിറ്റി. അപ്പോൾ 33 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രാറ്റുവിറ്റി കിട്ടാൻ 33 വർഷം സർവീസ് വേണം. ഇയാൾക്ക് 32 വർഷവും ഒരു ദിവസവും ഉണ്ട്. ഒരു ദിവസം മതി. 32 വർഷവും ഒരു ദിവസവും കൂടി ഉണ്ടെങ്കിൽ അത് 33 കണക്കാക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഫുൾ ഗ്രാറ്റുവിറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ മിനിമം പെൻഷനെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് 9 വർഷവും ഒരു ദിവസവും ഉണ്ടെങ്കിൽ അത് 10 കണക്കാക്കും. മുഴുവൻ പെൻഷനും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് 29 വർഷവും ഒരു ദിവസവും കൂടി ഉണ്ടെങ്കിൽ അത് 30 വർഷമായി കണക്കാക്കും. ഫുൾ ഗ്രാറ്റുവിറ്റിക്കുള്ള എലിജിബിലിറ്റി വന്നോട്ടെ എന്ന് വിചാരിച്ച് 22 വർഷവും ഒരു ദിവസവും കൂടി ഉണ്ടെങ്കിൽ അത് ഈ 33 വർഷമായി കണക്കാക്കും. അങ്ങനെ ഫുൾ എലിജിബിലിറ്റി പെൻഷനായാലും DCRGക്കായാലും ഫുൾ എലിജിബിലിറ്റി കിട്ടത്തക്ക വിധത്തിലാണ് ഈ റൗണ്ടിങ് ഓഫ് ക്വാളിഫൈഡ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് റൗണ്ടിങ് ഓഫ് ക്വാളിഫൈഡ് സർവീസ് പറയാനുള്ളത്. ക്വാളിഫൈഡ് സർവീസ് കണ്ടുപിടിക്കുന്ന വിധം പറഞ്ഞു, ആവറേജ് എമോളിമെന്റ്സ് കണ്ടുപിടിക്കുന്ന വിധം പറഞ്ഞു. ഇതൊക്കെ സാധാരണ നിലയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷനും സർവീസിൽ സംഭവിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം കാര്യമാണ്. ഇതിൽ ഈ ആവറേജ് എമോളിമെന്റ്സ് കണ്ടുപിടിക്കുന്നതിൽ ഇങ്ങനെ ഒരു ഫ്രീ മൂവ്മെന്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ ക്വാളിഫൈഡ് സർവീസ് കണ്ടുപിടിക്കുന്നതിലും ഇങ്ങനെ ഇത്രയും സ്മൂത്ത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോഴൊക്കെ നമ്മൾ എങ്ങനെയാണ് ആവറേജ് എമോളിമെന്റ്സ് കണ്ടുപിടിക്കുന്നത്, അപ്പോഴൊക്കെ എങ്ങനെയാണ് ക്വാളിഫൈഡ് സർവീസ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.